അധ്യായം 5. ഔട്ട്സൈഡേഴ്സ്. ഇരുട്ട്. ഒരു കപ്പൽ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുന്നത് പോലെ, കൊടുങ്കാറ്റിൽ വട്ടം കറങ്ങി ശൂന്യതയിൽ എവിടെയോ ചെന്ന് പതിക്കുന്നത് പോലെ ക്രമേണ എല്ലാം അടങ്ങി. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ പൂവിന്റെ ഇതളിൽ നിന്നും അടർന്നു വീണത് അടഞ്ഞ കൺപോളകൾക്ക് മീതെ. നേർത്ത തണുപ്പ്. ഇമകൾ ചെറുതായി പിടഞ്ഞു. അവിനാശ് വളരെ അകലെ നിന്നും ആരോ വിളിക്കുന്നു. കണ്ണു തുറക്കാൻ അല്പം പ്രയാസപ്പെട്ടു. ദേഹത്ത് ആരുടെയോ വിരൽ സ്പർശമേറ്റു. ആരാണത്? മെല്ലെ കണ്ണു തുറന്നു. വലക്കെട്ടുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ചയുടെ അസ്വാഭാവികതയിൽ മങ്ങലേറ്റ മുഖങ്ങൾ തനിക്ക് ചുറ്റിലും ഉത്കണ്ഠാകുലമായ മിഴികളോടെ നിൽപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ പിന്നെയും നിമിഷങ്ങൾ കുറച്ചു വേണ്ടി വന്നു. പ്രണോയ്, വിവേക്, അഭിഷേക്, പ്രണേത, മുഖങ്ങൾ പിന്നെയുമുണ്ട് ഇവർക്കു പിറകിൽ. അവിനാശിന് ഒന്നും മനസ്സിലായില്ല. അപരിചിതത്വത്തിന്റെ മറ ഇനിയും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു യുവതി അവർക്കിടയിലൂടെ മുന്നോട്ട് കടന്നു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവിനാശിന്റെ വലത്തെ കൈയുടെ മുകളിലായി സ്പിരിറ്റ് നനച്ച പഞ്ഞിത്തുണ്ടുകൊണ്ട് പതിയെ ഉരസി. സൂചി കുത്തിയിറങ്ങുന്ന വേദന. അവിനാശ് ഞരങ്ങി. പേടിക്കാനൊന്നുമില്ല, അവൾ പറയുന്നത് കേട്ടു. പേടിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ ഞാൻ എന്തിനു ഭയപ്പെടണം? അവിനാശ് മനസ്സിൽ ചോദിച്ചു. അവൾ നനുത്ത പുഞ്ചിരിയുടെ മൃദുവായ സ്പർശനമേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയി. മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ എവിടെയോ കണ്ടു മറന്നതുപോലെ. ഓർമ്മകൾ ശൈശവാവസ്ഥയിൽ കൈകാലിട്ടിളകി കിടപ്പാണ്. ഇടയ്ക്ക് ഇഴഞ്ഞും മറ്റു ചിലപ്പോൾ മുട്ടുകുത്തി എണീറ്റും നീങ്ങാൻ തുനിയുന്നുണ്ട്. ഓർമ്മകൾ യുവത്വത്തിലേക്ക് കടന്നെത്തിയാൽ മാത്രമേ എല്ലാം വ്യക്തമാവൂ. അവിനാശിന് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥ വിവരമറിയാനുള്ള അഭിഷേകിന്റെ താല്പര്യം കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണതാണ്, പ്രണോയ് പറഞ്ഞു. വീണതോ അതോ ചാടിയതോ? വിവേകിന് സംശയം. അതറിയില്ല, പ്രണോയ് പതിഞ്ഞ മട്ടിൽ പറഞ്ഞു. പ്രണേതയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം വല്ലതും? അഭിഷേക് തിരക്കി. എനിക്ക് നിശ്ചയമില്ല. എന്നോട് പേഴ്സണൽ മാറ്റേഴ്സ് കാര്യമായിട്ട് സംസാരിക്കാറുമില്ല. കുറച്ചായിട്ട് അവന്റെ ബിഹേവിയേഴ്സ് വല്ലാതെ ചേഞ്ച്ഡ് ആയിരുന്നു, പ്രണോയ് സൂചിപ്പിച്ചു. അവിനാശ് പതിയെ കൈയുയർത്തി. പ്രണേത അവന്റെ അരികിലേക്ക് കുനിഞ്ഞു. എന്താ? അവൾ ചോദിച്ചു. ഞാനിപ്പോൾ എവിടെയാണുള്ളത്? അവിനാശ് പ്രയാസപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചു. ഹോസ്പിറ്റൽ ബെഡിൽ മരണത്തോട് മല്ലിട്ട് കഴിയുകയാണ്. ജീവിക്കുമോ മരിക്കുമോ എന്ന് ഇനിയും പറയാറായിട്ടില്ല. വിവേക് മറ്റുള്ളവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അസമയത്തുള്ള വിവേകിന്റെ നേരം പോക്ക് പ്രണേതയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ശാസനാഭാവത്തിൽ അവൾ വിവേകിനെ തറപ്പിച്ചു നോക്കി. നിനക്കൊരു കുഴപ്പവുമില്ല, പ്രണേത ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു. ഇന്തിഫാദ പുറപ്പെട്ടു പോയി കാണുമോ? അവിനാശ് സംശയിച്ചു. ഒരുപക്ഷെ അത് യാത്രയായി കാണും, അവിനാശ് കരുതി. ഫെമിഷയെ ഓർത്തപ്പോൾ മനസ്സ് അസ്വസ്ഥമായി. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞു കാണുമോ? ഇർഷാദ് ലത്തീഫ് അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വച്ചാൽ കൂടി നിൽക്കുന്നവർക്ക് ആർക്കും അതേക്കുറിച്ച് അറിയില്ല. അറിയാവുന്നത് അമീർ അബ്ബാസിനു മാത്രമാണ്. അവിനാശ് ചുറ്റിലും നോക്കി. ജനറൽ വാർഡാണ്. ഒരുപാട് രോഗികൾ കിടപ്പുണ്ട്. പേവാർഡ് ഒന്നും ഒഴിവില്ലാത്തതുകൊണ്ടാണ് അവിനാശിനെ അവിടെ കിടത്തിയിരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ പലയിടത്തും ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. വീഴ്ചയിൽ അവന്റെ മാനസിക നില തെറ്റിക്കാണുമോ? ആരും ഉത്തരം പറയുന്നത് കേട്ടില്ല. ഞങ്ങൾ പിന്നീട് വരാം, പ്രണോയ് അറിയിച്ചു. അവിനാശ് നിശബ്ദമായി നോക്കുക മാത്രം ചെയ്തു. അവർ നടന്നു നീങ്ങി. അവർ ഡോക്ടർമാരാണ്. എല്ലാവരുടെ കയ്യിലും വൈറ്റ് കോട്ടും സ്റ്റെത്തും ഉണ്ടായിരുന്നു. ഇവർക്കെന്താണ് തന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം? അവിനാശ് സംശയിച്ചു. എന്തെങ്കിലും ആകട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പുകയേണ്ടതില്ല. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ. അതാണ് പിടികിട്ടാത്തത്. അവിനാശ് ചിന്താക്കുഴപ്പത്തിൽ അകപ്പെട്ടു. അമീർ അബ്ബാസ് എത്തിയിരുന്നെങ്കിൽ അല്പം ആശ്വാസമായേനെ. കണ്ണടച്ച് കിടന്നു. മഞ്ഞു പെയ്യുന്ന രാത്രി. നുള്ളിപ്പെറുക്കി വെച്ച 1000 മോഹത്തുണ്ടുകൾ ചേർത്ത് നിർമ്മിച്ച സ്വപ്ന കൊട്ടാരം. അതിന്റെ മഞ്ഞിൻ കണങ്ങൾ പറ്റിച്ചേർന്ന കിളിവാതിലിനരികെ ഒരു പെൺകുട്ടി കൈ നിറയെ വയലറ്റ് പൂക്കളുമായി നിൽക്കുന്നു. അത് ഫെമിഷ അൽ ഹൊസൈൻ. അവിനാശിന് അവളെ വിളിക്കണമെന്നുണ്ടായിരുന്നു. ഭീതി കാരണം അതിനു കഴിഞ്ഞില്ല. ഇരുട്ടിൽ തണുത്തു വിറച്ചു നിൽക്കുന്ന അവിനാശിനെ അവൾ കണ്ടതുമില്ല. തണുത്ത മിനുസമേറിയ വിരലുകൾ അവിനാശിനെ ഉണർത്തി. അവൻ കണ്ണു തുറന്നു. മുന്നിൽ ഷാഹിന, നേഴ്സാണ്. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അവിനാശ് അവളുടെ വിരലുകളിൽ ഇറുകെ പിടിച്ചു.
ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഷാഹിന അവന് ധൈര്യം പകർന്നു. അവിനാശിന് അവളുടെ സാമീപ്യം ഏറെ ആശ്വാസമുണ്ടാക്കി. അവൻ ഷാഹിനയുടെ കണ്ണുകളിലേക്ക് നോക്കി. മറ്റു രോഗികളെ പോലെയല്ല ഷാഹിന അവനെ കണ്ടിരുന്നത്. ഒരുതരം ബഹുമാനവും ആദരവും അവിനാശിന് കൽപ്പിച്ച് നൽകിയതുപോലെ. ഈ ടാബ്ലറ്റുകൾ കഴിച്ച് സുഖമായി ഉറങ്ങിക്കോളൂ, ഷാഹിന നിർദ്ദേശിച്ചു. അവിനാശ് പതിയെ എണീറ്റിരുന്ന് ടാബ്ലറ്റ് വാങ്ങി കഴിക്കാൻ നേരത്ത് തളർച്ച തോന്നി. ഷാഹിന അവനെ താങ്ങിപ്പിടിച്ചു. ഫെമിഷ, എൻ്റെ പ്രിയപ്പെട്ടവളെ, എനിക്കൊന്നും അറിയില്ല, എന്നാൽ അറിയുന്നവയെ നിഷേധിക്കാനുമാവില്ല. എന്നിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ് അറിയുന്നവയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി. നേർത്ത നിലാവെളിച്ചത്തിൽ ആസ്പത്രി കെട്ടിടത്തിന്റെ നിഴലിന് കാലപ്പഴക്കം ചെന്നൊരു തകർന്ന ശവക്കോട്ടയുടെ മുഖം. ഇത് പ്രേതകാലം. രാത്രി അതിന്റെ വാവൽ ചിറകുകളിൽ പറന്നെത്തി തല കീഴായി തൂങ്ങിക്കിടക്കുന്ന നേരത്താണ് ഒന്നുമില്ലായ്മയുടെ പേടിപ്പിക്കുന്ന ഇരുണ്ട നിമിഷങ്ങളിലൂടെ പ്രേതവാഹനം ഉരുണ്ടു നീങ്ങിയത്. വെള്ളത്തുണി പുതപ്പിച്ച ശരീരം ചുമന്ന് രണ്ടുപേർ ശവവാഹനത്തിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ശവവാഹനത്തിലേക്ക് തന്റെ യാത്രയ്ക്ക് സമയമായിട്ടില്ല. എന്താണാവോ ഇത്ര കാലതാമസം? അതാണ് മനസ്സിലാവാത്തത്. സാരമില്ല, കാത്തിരിക്കാം. കാത്തിരിപ്പാണല്ലോ ജീവിതം. കത്തയച്ച് ഒരുപാട് നാളായിട്ടും മറുപടിയൊന്നും കാണാനില്ലല്ലോ എന്ന വിഷമത്തോടെ സൈക്കിളിൽ ഇടവഴിയിലൂടെ ബെല്ലടിച്ചുകൊണ്ട് കടന്നുവരുന്ന പോസ്റ്റ്മാനെയും കാത്ത് എന്നെങ്കിലും ഒരു നാൾ ജീവിതത്തിലേക്ക് കടന്നെത്തുമെന്ന് കരുതിയ പെണ്ണിനെയും മോഹിച്ചുള്ള കാത്തിരിപ്പ്. അങ്ങനെ ഒക്കെ വെറുതെയായി. കാത്തിരിപ്പ് മാത്രമാണ് സത്യം. വെറുതെ ഒരു കാത്തിരിപ്പ്. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റ്. എല്ലാറ്റിൻ്റെയും അന്വേഷണം നിറഞ്ഞ മനസ്സോടെ കുത്തിക്കുറിച്ചിട്ട വരികൾ. കാത്തിരിപ്പിന് പ്രതീക്ഷകളുടെ 1000 തൂവൽ ചിറകുകളാണ്. ഈ ചിറകുകൾ വിരിച്ച് പാറിപ്പറക്കാൻ സുഖമാണ്. ഏറെ പറന്ന് ഒടുവിൽ തൂവലുകൾ കൊഴിഞ്ഞ് തലകീഴായി പതിക്കുമ്പോൾ മാത്രമായിരിക്കും ചിലതൊക്കെ സ്വപ്നങ്ങളും മറ്റു ചിലതൊക്കെ യാഥാർത്ഥ്യങ്ങളുമാണെന്ന് തിരിച്ചറിയുക. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയായതുകൊണ്ട് ആഴത്തിലാവും മുറിവുകൾ. പെട്ടെന്നൊന്നും ആ മുറിവുകൾ ഉണങ്ങുകയില്ല. അസുഖകരമായ ചില ചിന്തകൾ. ഈ രാത്രി സാധാരണ മറ്റു രാത്രികളെ പോലെയല്ല. ഭീതിയുടെ ഒരുപറ്റം ചോണനുറുമ്പുകളുടെ കൂടിനു നേർക്കാണ് കല്ലെറിഞ്ഞിരിക്കുന്നത്. ഉറുമ്പുകൾ രാക്ഷസീയമായി പടർന്നു കയറുകയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ പിന്നെ ഏറ്റുമുട്ടാൻ വരുന്നതിനെ കടന്നാക്രമിച്ച് മുന്നേറുക മാത്രമാണ് രക്ഷ. ഈ കിടപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയില്ല. ഒരുപാട് കാലമായെന്ന് തോന്നിപ്പിക്കുന്ന വിധം മടുപ്പും വെറുപ്പും അവിനാശിനെ വീർപ്പുമുട്ടിച്ചു. ആകെയുള്ള ആശ്വാസം ഇടയ്ക്കിടെ വന്ന് സാന്ത്വനഭാവത്തിൽ തട്ടിത്തലോടുന്ന ഷാഹിന മാത്രമാണ്. മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ പോലെയല്ല അവൾ. സ്നേഹവും അനുകമ്പയും അവളിലുണ്ട്. ഞാൻ നിങ്ങളുടെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടുന്നതിനിടയിൽ ഷാഹിന പറഞ്ഞു. അവിനാശ് ചിരിച്ചു. വായിച്ചപ്പോൾ എന്ത് തോന്നുന്നു? സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നു. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി എഴുതുവാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ കാര്യം. മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ, അതെനിക്ക് നേരത്തെ അറിയാം, ഷാഹിന വെളിപ്പെടുത്തി. നീ നൽകുന്ന മരുന്നുകൾ കൊണ്ട് മാത്രമല്ല, നിന്റെ നല്ല മനസ്സ് കാരണമാണ് എൻ്റെ ആരോഗ്യനില അല്പാൽപമായി മെച്ചപ്പെടുന്നത്, അവിനാശ് തുറന്നു പറഞ്ഞു. ഷാഹിന അവനെ നോക്കി ഹൃദ്യമായി ചിരിച്ചു. ഇനി അരുതാത്തതൊന്നും ചെയ്യരുത്, ഷാഹിന ഒടുവിൽ ഉപദേശിക്കുന്ന മട്ടിൽ പറഞ്ഞു. പാടില്ലാത്തത് വല്ലതും ഞാൻ പ്രവർത്തിച്ചോ? അവിനാശ് സംശയത്തോടെ ചോദിച്ചു. പിന്നില്ലാതെ. കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയത് എന്തിനായിരുന്നു? അത്രയ്ക്കും ജീവിതം മതിയായോ? ഷാഹിന കുറ്റപ്പെടുത്തി. മറ്റുള്ളവരെ പോലെ നീയും അത് വിശ്വസിക്കരുത്. അവിനാശ് അല്പം ക്ഷോഭിച്ചു. അപ്പോൾ സത്യം എന്താണ്? ഷാഹിന നേർത്ത കൗതുകത്തോടെ ചോദിച്ചു. അവൾക്ക് ചിലതൊക്കെ അറിയാൻ താല്പര്യമുണ്ടായി. ഈ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത സ്ഥിതിയാണുള്ളത്. എല്ലാവരും കാണുന്ന കണ്ണുകളിലൂടെ നീ എന്നെ നോക്കിക്കാണരുത്. അവിനാശ് വേദനയോടെ ഷാഹിനയുടെ കൈകളിൽ അമർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെക്കുറിച്ച് കേട്ട കഥകളൊക്കെ അപ്പോൾ തെറ്റാണോ? ഷാഹിന തിരിച്ചു ചോദിച്ചു. നീ എന്നെക്കുറിച്ച് എന്തൊക്കെ കഥകളാണ് കേട്ടത്? അവിനാശ് അന്വേഷിച്ചു. അപ്പോഴാണ് ഡോക്ടർമാരുടെ ഒരു പട എത്തിയത്. ഷാഹിന പിന്നെ തിടുക്കത്തിൽ അവിടെ നിന്നും നീങ്ങി. ഷാഹിനയുമായിട്ടെന്താ ഒരു ഗൂഢാലോചന? പ്രണോയ് തിരക്കി. വെറുതെ കിടക്കുമ്പോ കൊച്ചു കൊച്ചു മോഹങ്ങളൊക്കെ ആവാം. അതിരുവിട്ടാൽ വീണ്ടും ഒരു വീഴ്ചയാവും ഫലം, വിവേക് കളിയാക്കുന്ന മട്ടിൽ ഉപദേശിച്ചു. പ്രണേത ചെറുചിരിയോടെ അവിനാശിന്റെ മുറിവുകൾ പരിശോധിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് വലിയ മുറിവുകളൊന്നുമില്ല, ചെറിയ ചില ഫ്രാക്ചേഴ്സ് മാത്രമേയുള്ളൂ. പ്രണേത പറഞ്ഞു. ഓരോരുത്തരുടെയും വക വേറെയും പരിശോധന. നിങ്ങളൊക്കെ മൃഗഡോക്ടർമാരാണോ? അവിനാശ് അല്പം വെറുപ്പോടെ ചോദിച്ചു. അവർ അതുകേട്ട് ആർത്ത് ചിരിച്ചു.
എന്നെ ഒരു മൃഗത്തെ പോലെ തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നത് കണ്ട് ചോദിച്ചു പോയതാണ്. അവിനാഷ് വിശദീകരണം നൽകി. അതെ, നിന്നെ പരിശോധിക്കുന്ന അവസരത്തിൽ മാത്രം ഞാൻ വെറ്റിനറി സർജനാണ്. കാരണം നീ ഹിപ്പോപൊട്ടാമസ് ആണല്ലോ, അഭിഷേക് പറഞ്ഞു. വീണ്ടും കൂട്ടച്ചിരി. പ്രണോയ് മറ്റൊരു നഴ്സിനെ വിളിച്ച് അവിനാഷിനെ പേ വാർഡിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നത് കേട്ടു. വേണ്ട, ഞാൻ ജനറൽ വാർഡിൽ തന്നെ കിടന്നോളാം, അവിനാഷ് വ്യക്തമാക്കി. ഡോക്ടർമാർ പോയി കഴിഞ്ഞു. അല്പം ഒന്ന് മയങ്ങി. പിന്നെ കണ്ണുമിഴിച്ച നേരത്ത് ജനറൽ വാർഡിന്റെ അങ്ങേ തലയ്ക്കൽ നിന്നും ഒരാൾ നടന്നു വരുന്നത് കണ്ടു. അത് ഇർഷാദ് ലത്തീഫായിരുന്നു. അവിനാഷ് ഞെട്ടി. സന്ദർശക സമയമായതുകൊണ്ട് രോഗികളെ കാണാൻ എത്തുന്നവരുടെ തിരക്കും ബഹളവും നിറഞ്ഞ ജനറൽ വാർഡ്. ആളുകളുടെ ഇടയിലൂടെ നടന്നുവരുന്ന ഇർഷാദ് ലത്തീഫ്. അയാളോടൊപ്പം രാക്ഷസന്മാരെ പോലെ തോന്നിക്കുന്ന 3-4 പേരുമുണ്ട്. അവിനാഷ് അമ്പരന്നു. ദുരന്തങ്ങൾ അവനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. മറന്നതൊക്കെയും ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഇരമ്പി പാഞ്ഞെത്തി. അവിനാഷിന്റെ ഞരമ്പുകൾ തളർന്നു. കിടക്കയിൽ നിന്നും അനങ്ങാൻ കൂടി പറ്റാത്ത വിധം സഹായത്തിനായി കണ്ണുകൾ 4 പാടും പായിച്ചു. ആരെയും രക്ഷകരായി കണ്ടെത്തിയില്ല. മുങ്ങിത്താഴുന്ന കപ്പലിലെ നാവികനെ പോലെ അവിനാഷ് വിധി ഏറ്റുവാങ്ങാൻ തയ്യാറായി കിടന്നു. ഇർഷാദ് ലത്തീഫ് കട്ടിലിനരികെ വന്നു നിന്നു. പരിഹാസത്തോടെ അവിനാഷിനെ നോക്കി ചിരിച്ചു. അവന്റെ മുറിവുകളിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ തട്ടി. അവിനാഷ് ഞരങ്ങി. നീ മരിച്ചെന്ന് കരുതി ഞാൻ ആദ്യം മോർച്ചറിയിലാണ് ചെന്ന് നോക്കിയത്. അവിടെ ചുറ്റിക്കെട്ടി വച്ചിരിക്കുന്ന ശവങ്ങൾ കെട്ടു തുറന്നു നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടിരിക്കുന്ന ശവങ്ങളിൽ നിന്റെ മുഖമില്ലായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് നിന്നെ ജനറൽ വാർഡിൽ ചാവാനിട്ടിരിക്കുകയാണെന്ന്. നേരെ ഇങ്ങോട്ട് പോന്നു. കണ്ടപ്പോൾ വളരെ സന്തോഷമായി. വളരെ കാലത്തേക്ക് തനിക്ക് ഈ മരണക്കട്ടിലിൽ നിന്നും എണീക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടു. മറ്റൊരു ശത്രുക്കളോടും തോന്നാത്ത പക എനിക്ക് നിന്നോടുണ്ട്. എന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചത് നീയാണ്. പക്ഷെ എന്നെ തോൽപ്പിക്കാൻ അവൾക്കോ നിനക്കോ കഴിയില്ല. ഇർഷാദ് ലത്തീഫ് പല്ലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അവിനാഷ് ഒരക്ഷരം മിണ്ടിയില്ല. കാരണം താനിവിടെ നിസ്സഹായനാണ്. അവനെ ചെറുതായൊന്ന് കുത്തി നോവിക്കാനുള്ള ത്രാണി പോലുമില്ല. അടങ്ങിക്കിടക്കുകയേ നിർവാഹമുള്ളൂ. ഇർഷാദ് വീണ്ടും തന്നെ തേടിയെത്തിയതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ഞാൻ എന്റെ പ്ലാനുകൾ മുഴുവൻ മാറ്റുകയാണ്, ഇർഷാദ് ലത്തീഫ് വെളിപ്പെടുത്തി. അയാൾ തുടർന്നു. ഇനി നിന്നെ ഞാൻ കൊല്ലില്ല. ഒരുപാട് കാലം കിടന്ന് നരകിച്ച് ശരീരം പുഴുക്കൾ വന്ന് നിറഞ്ഞ ഒരാളും അരികെ വരാൻ മടിക്കുന്ന വിധം ചീഞ്ഞു നാറണം. അത്തരമൊരു കാഴ്ച കാണാൻ ഞാൻ ഫെമിഷയെ കൂട്ടിക്കൊണ്ടുവരും. അവൾ പുഴുത്തു നാറുന്ന നിന്റെ ശരീരത്തിനരികെ മൂക്കും പൊത്തി നിൽക്കുന്ന കാഴ്ച എന്ത് രസകരമായിരിക്കും. അവൾക്ക് ആ ദൃശ്യം അധികം വൈകാതെ ഞാൻ കാട്ടിക്കൊടുക്കും. അധ്യായം 6. ആ സമയത്ത് അവൾ നിന്നെ പരമാവധി വെറുക്കും. നീ മരിച്ചു കാണാൻ അവൾ ആഗ്രഹിക്കും. ഓർമ്മകളിൽ നിന്ന് പോലും ഫെമിഷ നിന്നെ നിഷ്കാസിതനാക്കും. നീയോ മരിക്കാൻ പോലും ആവാതെ പുഴുവിനെ പോലെ പിടയുകയാവും, ഇർഷാദ് ലത്തീഫ് ഭീകരമായ വിധത്തിൽ പറഞ്ഞു. അവിനാഷ് ചെവി പൊത്തി കണ്ണുകൾ ഇറുകെ അടച്ചു. കടന്നുപോ, അവിനാഷ് അലറി. അവിനാഷ്, സ്ത്രീസ്വരം. അവൻ കണ്ണു തുറന്നു. ഷാഗിനെയാണ്. അവൻ ചുറ്റിലും നോക്കി. ആരെയാണ് നോക്കുന്നത്? ഷാഗിന സംശയത്തോടെ ചോദിച്ചു. അവൻ എവിടെ പോയി? അവിനാഷ് ചോദിച്ചു. ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ഷാഗിന അന്വേഷിച്ചു. ഇർഷാദ് ലത്തീഫും അവന്റെ ആൾക്കാരും. അവിനാഷ് പിറുപിറുത്തു. ആരും അങ്ങനെ ഇവിടെ വന്നിട്ടില്ല. ഷാഗിന വെളിപ്പെടുത്തി. വന്നു, അവൻ എന്നെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവിനാഷ് പിറുപിറുത്തു. വെറുതെ അതും ഇതും ആലോചിക്കാതെ കിടന്നോളൂ, ഷാഗിന ഉപദേശിച്ചു. ഷാഗിന ഡ്യൂട്ടി റൂമിലേക്ക് പോയി കഴിഞ്ഞ് അല്പനിമിഷമായതേയുള്ളൂ. ആരോ തട്ടി വിളിച്ചു. അതെ, അവൻ തന്നെ, ഇർഷാദ് ലത്തീഫ്. നീ ഇനിയും കേൾക്കണം, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഇർഷാദ് അറിയിച്ചു. അവിനാഷ് മിടിച്ചു കിടന്നു. വേണമെങ്കിൽ ഈ നിമിഷത്തിൽ എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയും. ആരും ചോദിക്കാൻ വരില്ല. ഒരുത്തനും എനിക്കെതിരെ നാവുയർത്തില്ല. അതിനു മാത്രം ധൈര്യമുള്ള ഒരുത്തനും ഇവിടെയില്ല. ഫെമിഷയെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് നീ കാലുതെന്നി കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ വീണതെന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹോസ്പിറ്റൽ റെക്കോർഡ് ബുക്കിൽ നീ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും കീഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പിറകിൽ പ്രവർത്തിച്ചതും എന്റെ ആൾക്കാരാണ്. അറിയുമോ നിനക്ക്? ഇർഷാദ് ലത്തീഫ് ചോദിച്ചു. അവിനാഷ് തറപ്പിച്ചു നോക്കി. ഇർഷാദ് അവന്റെ മുഖം അമർത്തി ഞെരിച്ചു. നിന്നെ മാത്രമല്ല, എന്നെ ഉപദ്രവിച്ച അവളെയും ഞാൻ ശിക്ഷിക്കും, ഇർഷാദ് ലത്തീഫ് ഒച്ചയിട്ടു. അവന്റെ ഒച്ചയിടൽ മറ്റാരും കേൾക്കുന്നില്ലേ? ഫെമിഷയെ ഉപദ്രവിക്കുമെന്ന അവന്റെ ഭീഷണി അവിനാഷിനെ ഞെട്ടിച്ചു. ദയവ് ചെയ്ത് ഫെമിഷയെ ഉപദ്രവിക്കരുത്. അവൾ വളരെ പാവമാണ്. ചെറിയ വേദന
വേദന കൂടി സഹിക്കാൻ അവൾക്കാവില്ല. സ്നേഹിക്കാനല്ലാതെ ആ പാവത്തിന് മറ്റൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഫെമിഷയെ വേദനിപ്പിക്കരുത്. എന്നെ വേണമെങ്കിൽ മതിവരുവോളം തല്ലിച്ചതച്ചോളൂ, സഹിക്കാൻ തയ്യാറാണ് എല്ലാം. അവിനാഷ് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, തനിക്കിപ്പോഴും അവളോട് വലിയ സ്നേഹമാണല്ലേ? ഇർഷാദ് ലത്തീഫിന്റെ മുഖം ചുവന്നു. നേരത്തേതിൽ നിന്നും വ്യത്യസ്ത ഭാവം. അല്പം മുൻപ് പീഡിപ്പിക്കുന്നതിന്റെ രസത്തിലായിരുന്നു അയാൾ, ഇപ്പോൾ നോവു പറ്റിയതുപോലെയും. ജീവൻ ഉള്ളിടത്തോളം കാലം ഫെമിഷയോടുള്ള എന്റെ സ്നേഹം നിലനിൽക്കും. ഒരു ശക്തിക്കും അത് പറിച്ചു നീക്കാനാവില്ല. ഒരിക്കൽ പോലും നിങ്ങൾക്ക് അവളുടെ മനസ്സ് സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം എല്ലാ കാലത്തേക്കുമായി അവൾ അതെനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, അവിനാഷ് വെളിപ്പെടുത്തി. വെടിയേറ്റ മൃഗത്തെ പോലെ ഇർഷാദ് ലത്തീഫ് പുളഞ്ഞു. അതൊട്ടും അയാൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവൻ പകയോടെ അവിനാഷിന്റെ കഴുത്ത് ഞെരിച്ചു. അവിനാഷ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ക്രമേണ പിടി അയഞ്ഞു. നീ കാരണം ഞാനും ഫെമിഷയും തമ്മിലുള്ള വിവാഹം ഇനി മുടങ്ങുകയോ എനിക്ക് കിട്ടേണ്ടുന്ന അവളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ നഷ്ടമാവുകയോ ചെയ്താൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല. അവളെയും നിന്നെയും ഞാൻ കൊത്തിയരിയും. ഇർഷാദ് അലറി. അരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ തന്നെ ഫെമിഷയെ വിവാഹം കഴിച്ചോളൂ. ഞാൻ ഒരു എതിർപ്പുമായി കടന്നു വരില്ല. തീർച്ച. അവളുടെ സ്നേഹം മാത്രമേ ഞാൻ കൊതിച്ചുള്ളൂ. അത് ചുരുങ്ങിയ നാളുകളിൽ ഒരുപാട് കാലത്തേക്കുള്ളത് മുഴുവനായും അവൾ എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മതി. മറ്റൊന്നിനും അർഹതയില്ലെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. എവിടെയായാലും ഫെമിഷ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. അവിനാഷ് വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇർഷാദ് ലത്തീഫ് അവന്റെ ദയനീയമായ കീഴടങ്ങൾ കണ്ട് ഉള്ളാല് രസിച്ചു. പോവാം, ഇർഷാദ് ലത്തീഫ് തന്റെ ആൾക്കാരോട് പറഞ്ഞു. സമീപത്തെ ബെഡിൽ കിടക്കുന്നവർ അവിനാഷിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണിൽ അവിനാഷ് തനിച്ചെന്തൊക്കെയോ മനസ്സിലാവാൻ കഴിയാത്ത വിധത്തിൽ പുലമ്പുന്നതായാണ് തെളിഞ്ഞിരുന്നത്. അവിനാഷ് ആരെയും ശ്രദ്ധിക്കാതെ കണ്ണു ചിമ്മി. എന്താണിങ്ങനെ പേടിച്ചു വിറച്ച് കിടക്കുന്നത്? ഇഞ്ചക്ഷൻ സിറിഞ്ചുമായി അരികിലെത്തിയ ഷാഗിന നെറ്റി ചുളിച്ചുകൊണ്ട് തിരക്കി. അവിനാഷ് ഉത്തരമൊന്നും നൽകിയില്ല. ഇവിടെ ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല, ഷാഗിന അറിയിച്ചു. ഇർഷാദ് ലത്തീഫ് അയാളുടെ ആൾക്കാരോടൊപ്പം ഇവിടെ കയറി വന്ന് തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് കടന്നുപോയത് ഇവൾ അറിഞ്ഞിട്ടില്ലേ? അവിനാഷ് ദേഷ്യത്തോടെ ഷാഗിനയെ നോക്കി. എന്തുപറ്റി? അവൾക്ക് തന്റെ സ്വഭാവമാറ്റത്തിന്റെ കാരണം പിടികിട്ടിയില്ല. ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ഷാഗിന അവനെ തൊട്ട് തലോടി. അവിടെ നിന്നും നീങ്ങുന്ന നേരത്താണ് പ്രണോയ് വന്നത്. അവൻ തനിച്ചേയുള്ളൂ. മറ്റു ഡോക്ടർമാർ ഒന്നും അവന് കൂട്ടില്ല. പ്രണോയിയുടെ ചുണ്ടിൽ കള്ളച്ചിരി. ഷാഗിനയ്ക്ക് നിന്നോടെന്താ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്? കാര്യങ്ങൾ ചിലതൊക്കെ അറിയാമെന്ന മട്ടിൽ പ്രണോയ് വെറുതെ തിരക്കി. ഷാഗിന നടന്നു നീങ്ങുന്നത് നോക്കിക്കിടക്കുന്ന അവിനാഷ് മെല്ലെ പ്രണോയിയുടെ നേർക്ക് തിരിഞ്ഞു. സ്നേഹിക്കാൻ ഒരു മനസ്സുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പോലും കഴിയൂ. നിന്നെ പോലുള്ളവർക്ക് അത് മനസ്സിലാവില്ല, അവിനാഷ് വ്യക്തമാക്കി. മണ്ണാങ്കട്ട, അവൾ നിന്റെ ചോരയും നീരും വലിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. അവളൊരു രക്തയക്ഷിയാണെന്ന് നീ തന്നെയല്ലേ എന്നോട് മുമ്പൊരിക്കൽ പറഞ്ഞത്? പ്രണോയ് ശബ്ദമുയർത്തി. എപ്പോൾ? അവിനാഷിന് ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇനി അത് പറഞ്ഞതിന്റെ സമയവും സന്ദർഭവും പറഞ്ഞ് തരാം. വെറുതെ ഒന്നും അറിയാത്തവനെ പോലെ കിടന്ന് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. നിന്നെ ഇത്രയും കാലം സഹിച്ചതിന് എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആത്മസംയമനത്തിനുള്ള സ്പെഷ്യൽ അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പ്രണോയ് പരിഹാസ സ്വരത്തിൽ അറിയിച്ചു. അവിനാഷ് മിഴിച്ചു നോക്കുകയാണ്. എന്താ നിനക്ക് ഇനിയും ഒന്നും മനസ്സിലായില്ലേ? പ്രണോയ് അസഹ്യതയോടെ ചോദിച്ചു. അവിനാഷ് നിശബ്ദനായി. നീ ആരാണെന്ന് നിനക്ക് ഓർമ്മ കാണുമോ? അതോ ഞാൻ അതും പറഞ്ഞു തരണമോ? പ്രണോയ് കുറ്റപ്പെടുത്തുന്ന മട്ടിൽ അന്വേഷിച്ചു. അത്ര വലിയ ഓർമ്മക്കുറവൊന്നും തനിക്കില്ല. ഞാൻ തൂത്തുക്കുടിയിൽ എന്നും ഇന്തിഫാദ എന്ന ചരക്കു കപ്പലിൽ പോർട്ട് ബ്ലെയറിൽ എത്തിയവൻ എന്ന് പ്രണോയോട് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചെങ്കിലും നിശബ്ദനാവുകയാണ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം നീ അറിഞ്ഞോ? UK-യിൽ നിന്നും വിവേകിന് ഒരു നല്ല ഓഫർ വന്നിട്ടുണ്ട്. അവൻ ഉടനെ അങ്ങോട്ട് പറക്കും, പ്രണോയ് സ്വകാര്യമെന്ന പോലെ പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ് ഇവൻ എന്നോട് പറയുന്നത്? ആരാണ് വിവേക്? അല്ലെങ്കിൽ ആരാണ് ഈ പ്രണോയ്? ഇവരും താനും തമ്മിലുള്ള ബന്ധമെന്താണ്? അവിനാഷ് ആലോചിച്ചു. അവൻ ഇവിടെ ജനറൽ വാർഡിൽ കിടക്കുന്ന സാധാരണ രോഗി, അവർ ഡോക്ടർമാർ. നിന്റെ പ്ലാൻ എന്താണ്? പ്രണോയ് ചോദിച്ചു. എനിക്കെന്ത് പ്ലാൻ? ചരക്കു കപ്പലിലെ അലച്ചിലല്ലാതെ തനിക്ക് മറ്റെന്താണ് വിധിച്ചിട്ടുള്ളത്? പ്രണോയ് ഉത്തരത്തിനു വേണ്ടി കാത്തിരിപ്പാണ്. തന്റെ ജീവിതത്തിന് ഉത്തരമില്ലെന്ന കാര്യം പ്രണോയ്ക്കറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലെ വലിയൊരു ചോദ്യമായി താൻ ബാക്കിയുള്ള ജീവിതവും പിന്നിടും. അതല്ലാതെ ഉത്തരങ്ങൾക്ക് വേണ്ടി പാഴാക്കാൻ നിന്റെ കയ്യിൽ ജീവിതം
ഏറെയൊന്നും ബാക്കിയില്ലതാനും. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ആത്മസുഹൃത്തിൻ്റെതെന്ന പോലുള്ള ചോദ്യം പ്രണോയിൽ നിന്നും ഉണ്ടായി. അവിനാഷ് നിരാശനായി അവനെ നോക്കി. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അവിനാഷ് പിറുപിറുത്തു. ഇതാണ് ഇവിടെ ഒരു ഗൂഢാലോചന. അഭിഷേക് കടന്നെത്തി. ഷാഗിനിയോടൊപ്പം അവന്റെ ചില നേരം പോക്കുകളെക്കുറിച്ച് സംസാരിച്ചതാണ്. പ്രണോയ് വിഷയം മാറ്റി. വെറുതെ എന്തിനാണ് അവളെ ആവശ്യമില്ലാതെ വലിച്ചിഴക്കുന്നത്? അവിനാശിന് ഇഷ്ടപ്പെട്ടില്ല. ടെറസിൽ നിന്നും താഴേക്ക് ചാടിയ ശേഷം ഇവന്റെ ബുദ്ധി കലങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. ഷാഗിന ഇവന് ദേവതയായി തോന്നുകയാണ്. പ്രണോയ് വിടാൻ ഭാവമില്ല. മുമ്പ് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശൈലേന്ദ്രയെ ഷാഗിന വലയിലാക്കിയതും ഡോക്ടറുടെ ഭാര്യ സംഭവം അറിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചതും ഒടുവിൽ ശൈലേന്ദ്ര ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയതുമായ കഥകൾ ഇവിടുത്തെ പഴയ ഏത് സ്റ്റാഫിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അഭിഷേക് വെളിപ്പെടുത്തി. അതൊന്നും ഇവൻ അറിയാത്തതൊന്നുമല്ലല്ലോ. ഒരിക്കൽ ഇവൻ തന്നെ രഹസ്യമായി ഷാഗിനിയുടെ ക്വാർട്ടേഴ്സിൽ രാത്രി കയറി ചെന്ന് അവളോടൊപ്പം ശയിച്ചതിന്റെ കഥ പിറ്റേന്ന് നമ്മളോടൊക്കെ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? പ്രണോയ് അഭിഷേകിനോട് തിരക്കി. ഷാഗിനിയെ താൻ അറിയുന്നത് ഇവിടെ അഡ്മിറ്റായ ശേഷമാണ്. ഷാഗിന ഇപ്പോൾ ഇവന് അഭിഷേക് വെളിപ്പെടുത്തി. അതൊന്നും ഇവൻ അറിയാത്തതൊന്നുമല്ലല്ലോ. ഒരിക്കൽ ഇവൻ തന്നെ രഹസ്യമായി ഷാഗിനിയുടെ ക്വാർട്ടേഴ്സിൽ രാത്രി കയറി ചെന്ന് അവളോടൊപ്പം ശയിച്ചതിന്റെ കഥ പിറ്റേന്ന് നമ്മളൊക്കെ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? പ്രണോയ് അഭിഷേകിനോട് തിരക്കി. അതെ, പിന്നെ ഇപ്പോഴെന്താ ഒരു മാറ്റം? ഷാഗിന ഇപ്പോൾ ഇവന് പുണ്യവാളത്തിയാണത്രേ. പ്രണോയ് അശ്ലീല ചുവയോടെ പറഞ്ഞു. അവർ പറയുന്നതിന്റെ പൊരുൾ ഒട്ടും തന്നെ അവിനാശിന് പിടികിട്ടിയില്ല. തനിക്കറിയാത്ത കാര്യങ്ങൾ തന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രണോയിയുടെ സംസാരം അവിനാശിന് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഷാഗിനിയെ താൻ അറിയുന്നത് ഇവിടെ അഡ്മിറ്റായ ശേഷമാണ്. ഇവരെ കാണുന്നതും അപ്പോൾ തന്നെ. പിന്നെങ്ങനെ ഇത്തരം കഥകൾ മെനഞ്ഞ് തന്നെ ഒരു പ്രതിയാക്കി മാറ്റുന്നു? ഒരാളെക്കുറിച്ച് വെറുതെ അപവാദം പറയുന്നത് ഒട്ടും ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിനാശ് സൂചിപ്പിച്ചു. ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അഭിഷേക് കൈയൊഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അല്പം അസ്വാസ്ഥ്യത്തോടെ അവിനാശ് പുലമ്പി. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. നിന്റെ സങ്കല്പങ്ങളെ തകിടം മറിക്കുന്ന വിധത്തിലാണ് യാഥാർത്ഥ്യങ്ങൾ, പ്രണോയ് വ്യക്തമാക്കി. ഷാഗിനിയുടെ ഭർത്താവ് അവളെ ഡൈവോഴ്സ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് നീ മറന്നുപോയെങ്കിൽ അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു തരാം. അഭിഷേക് നിർത്താൻ ഭാവമില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, അവിനാശ് അറിയിച്ചു. നീ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടുകയാണ്. സത്യാവസ്ഥയെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുകയാണ്. പ്രണോയ് കുറ്റപ്പെടുത്തി. അവിനാശ് നിശബ്ദനായിരുന്നു. ഷാഗിന വേറൊരുത്തന്റെ കൂടെ ബെഡ്റൂമിൽ ഉടുതുണിയില്ലാതെ കിടക്കുന്നത് കണ്ട ഭർത്താവ് അപ്പോൾ തന്നെ പെട്ടിയും തൂക്കി സ്ഥലം വിട്ടു. അവളോടൊപ്പം കിടന്നത് നീയല്ലെന്ന് എന്താണിത്ര ഉറപ്പ്? അഭിഷേകിന്റെ മറ്റൊരാരോപണം. നീ വെറുതെ അവനെ വിഷമിപ്പിക്കേണ്ട. തിരിച്ചു മുറിയിലേക്ക് വരട്ടെ, അപ്പോഴാവാം ബാക്കിയൊക്കെ, പ്രണോയ് അഭിഷേകിനോട് പറഞ്ഞു. അതിരിക്കട്ടെ, നീ ചില നേരത്തൊക്കെ തനിച്ച് വർത്തമാനം പറയുകയും ആരോടൊക്കെയോ കോപിച്ച് ബഹളം വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നൊക്കെ കേട്ടല്ലോ. പിന്നെ ഇന്തിഫാദ എന്ന കപ്പലിനെ കുറിച്ച്, ഫെമിഷ എന്ന പെൺകുട്ടിയെ പറ്റി എന്താണ് ഞങ്ങൾ അറിയാത്ത ചിലതൊക്കെ? പ്രണോയ് എന്തോ ഓർത്ത മട്ടിൽ ചോദിച്ചു. ഇവർക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഷാഗിനയിൽ കെട്ടിയേൽപ്പിച്ച വൃത്തികെട്ട ആരോപണങ്ങൾ ഇവർ ഫെമിഷയിലും പ്രയോഗിച്ചേക്കും. അത് സഹിക്കാൻ തനിക്ക് സാധിക്കില്ല. പിന്നെ വേണ്ടാത്ത പ്രശ്നങ്ങൾ വരുത്തി വച്ചേക്കും. നിശബ്ദനായിരിക്കുക, അതാണ് നല്ലത്, അവിനാശ് കരുതി. പക്ഷേ എല്ലാം അവിടം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. അധ്യായം 7. എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. എവിടെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ടെന്ന് തീർച്ച. മുഖങ്ങളൊക്കെ പരിചിതമാണ്. എന്നാൽ അവർ സംസാരിക്കുന്നത് തനിക്ക് അപരിചിതമായ കാര്യങ്ങൾ. അമീർ അബ്ബാസ് വന്നിരുന്നെങ്കിൽ ചില സംശയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമായിരുന്നു. അവനെയാണെങ്കിൽ കാണുന്നുമില്ല. അവിനാശ് അസ്വസ്ഥനായി. അവർ പറയുന്നതൊക്കെ തനിക്ക് നിശ്ചയമില്ലെന്ന് തുറന്നു പറഞ്ഞപ്പോൾ അവർ കരുതിയത് തന്റെ മാനസിക നില തകരാറിലാണെന്നാണ്. ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത് അപകടമാണ്. മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് കണ്ടെത്തി അവർ അതിന്റെ ചികിത്സയും പിന്നെ പോരാഞ്ഞ് ഷോക്ക് ട്രീറ്റ്മെന്റും നൽകിയേക്കും. അതോടെ എല്ലാം തീരും. വേണ്ട, അതിലും നല്ലത് അവർ പറയുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അസുഖം ഭേദമാകുന്നതുവരെ ഇവിടെ കഴിയുക തന്നെ. മറ്റൊരു വഴിയുമില്ല. നിന്നെ റസിയ ബാനു അന്വേഷിച്ചിരുന്നു.
ഏറെ നേരം കഴിഞ്ഞ് പ്രണോയ് പറഞ്ഞു, റസിയ ബാനു. അവിനാഷ് പുരികമുയർത്തി. എന്താ, അവളെയും നീ അറിയില്ലാന്ന് പറയുകയാണോ? അങ്ങനെയെങ്കിൽ വെട്ടി അരിയും നിന്നെ ഞാൻ. അവളുടെ മദ്യശാലയിൽ വൈകിട്ട് സ്ഥിരം ചെല്ലുകയും തരം കിട്ടിയാൽ റസിയ ബാനുവിന്റെ നെഞ്ചിൽ കയറി കിടക്കുകയും ചെയ്യുന്ന നീ ഒരൊറ്റ വീഴ്ചയിൽ കഴിഞ്ഞതൊക്കെ മറന്നുവെങ്കിൽ അതിന് അടിയന്തര ചികിത്സ നടത്തുക തന്നെ വേണം. അഭിഷേക് തറപ്പിച്ചു പറഞ്ഞു. റസിയ ബാനുവിനെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. അവിനാഷ് തിടുക്കത്തിൽ കളവ് പറഞ്ഞു. പിന്നെ നീ ഞങ്ങൾ പറയുന്നതൊക്കെ ഒന്നും അറിയാത്തവന്റെ മട്ടിൽ കേട്ട് മിഴിച്ചിരിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? അഭിഷേക് ശോഭിച്ചു. ഏയ് മതി, അവൻ വിശ്രമിച്ചോട്ടെ, നമുക്ക് പോവാം. അവിനാഷ്, നീ ഇവിടെ കിടന്ന് ഷാഗിനിയുടെ കുലുങ്ങുന്ന നിതംബങ്ങളും ഇളകിച്ചാടുന്ന മുലകളും കണ്ട് രസിച്ച് കിടന്നോളൂ, പ്രണോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിനാഷ് അതുകേട്ട് തറപ്പിച്ചു നോക്കി. വേണമെന്ന് കരുതി അവർ പ്രകോപിപ്പിക്കുകയാണ്. ഷാഗിന കുനിഞ്ഞു നിന്നുകൊണ്ട് നിനക്ക് മരുന്ന് നൽകുമ്പോൾ നീ ബ്രഹ്മചാരിയെപ്പോലെ കണ്ണും ചിമ്മി കിടക്കുകയൊന്നുമായിരുന്നില്ലല്ലോ. അവളുടെ ബ്ലൗസിനകത്ത് നിന്നും വെളിയിലേക്ക് തള്ളി വരുന്ന കൊഴുത്ത മാറിടങ്ങളിലേക്ക് കൊതിയോടെ നോക്കുകയല്ലേ ചെയ്യാറ്? പിന്നെന്താ അക്കാര്യം പറയുമ്പോൾ ഒരു രസക്കേട്? അവിനാഷ് സ്വയം ചോദിച്ചു. പ്രണോയും അഭിഷേകും പോയി കഴിഞ്ഞിട്ടും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിനാഷിന്റെ മനസ്സിനകത്ത്. മദ്യം വിളമ്പുന്ന റസിയ ബാനു, കിടപ്പറയിൽ നഗ്നയായി കിടക്കുന്ന ഷാഗിന. അടുക്കുതെറ്റിയ ചിന്തകൾ തൻ്റെ മനസ്സിൽ അവർ വന്ന് വിഷം നിറച്ചിരിക്കുന്നു. പിന്നെ ഷാഗിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ തെളിഞ്ഞു വരുന്നത് അവളുടെ നഗ്നതയാണ്. വല്ലാത്ത കഷ്ടം തന്നെ. കണ്ണുകൾ ചിമ്മി. സായാഹ്നത്തിൽ ഒരു കറങ്ങിത്തിരിച്ചിലിനൊടുവിൽ നേഴ്സ് ക്വാർട്ടേഴ്സിൽ മുന്നറിയിപ്പ് യാതൊന്നും കൂടാതെ പാതി ചാരിയിരിക്കുന്ന കതക് മെല്ലെ തുറന്നകത്ത് കടന്നപ്പോൾ വെളുത്ത് മിനുസമാർന്ന ശരീരത്തിന്റെ നഗ്നതയുടെ അതിർവരമ്പുകൾ കൃത്യമായി നിർവചിക്കാവുന്ന വിധം കുളി കഴിഞ്ഞ് നേർത്ത വസ്ത്രം ചുറ്റി നിൽക്കുന്ന ഷാഗിന ഓർമ്മകളിൽ വന്യമായി കടന്നെത്തി ഉറക്കത്തെ അകറ്റി. അതിക്രമിച്ച് കടന്നെത്തിയവൻ എന്ന നിലയിൽ പതുങ്ങി നിൽക്കുന്ന തൻ്റെ നേർക്ക് ഷാഗിനിയുടെ ചാരനിറത്തിലുള്ള കണ്ണുകൾ മാന്ത്രികമായി അടഞ്ഞു തുറന്നു. മാറിടങ്ങൾ ഇളക്കിക്കൊണ്ട് ഷാഗിന അരികിലേക്ക് നടന്നു വരുന്നത്. കയ്യിൽ നിന്നും പലവട്ടം പിടി വഴുതിപ്പോയ ഇരയെ ഒടുവിൽ കുരുക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെന്ന വിചാരത്തിലാണ്. കണ്ട കാഴ്ചയിൽ നിന്നും ഓടി ഒളിക്കാനാവില്ല. മറവി ഒരു രക്ഷാകവചവുമല്ല. പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച പെട്ടെന്നൊന്നും മറവിയിലേക്ക് പിൻവാങ്ങുകയുമില്ല. നനഞ്ഞ തുണി ഷാഗിനിയുടെ ശരീരത്തിൽ നിന്നും ഊർന്നു വീണു. നഗ്നമായ മാറിടങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് അമർന്നു ഞെരുങ്ങുകയാണ്. ഷാഗിന കരങ്ങൾ തൻ്റെ ശരീരത്തെ ആകാവുന്നത്ര അമർത്തി ചേർത്തു. എണ്ണമെഴുക്കു പുരണ്ട തുടകൾ തൻ്റെ കാലുകൾക്കിടയിൽ വഴുതി നീങ്ങി. തെങ്ങോലകൾ മിന്നലേറ്റ് കത്തിപ്പടർന്നതുപോലെ ഷാഗിന ഉന്മാദാവസ്ഥയിൽ തൻ്റെ അരക്കെട്ടിൽ പുളഞ്ഞമർന്നു പൊങ്ങുകയായിരുന്നു. സ്വപ്നരതി പാതിയിൽ അവസാനിച്ചു. വിഷം പടർന്ന മനസ്സ് വിഭ്രാന്തിയിലേക്ക് ചിറകുകൾ വിടർത്തി പറക്കാനൊരുങ്ങി. എത്ര പെട്ടെന്നാണ് ദുർചിന്തകൾ മനസ്സിലേക്ക് കടന്നെത്തിയത്! നിയന്ത്രിച്ച് നിർത്താൻ പോലുമായില്ല. അവിനാഷ് കട്ടിലിൽ മലർന്നു കിടന്ന് കണ്ണുമിഴിച്ചു. രോഗികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അവിനാഷ് ചുറ്റിലും നോക്കി. കുറേ നിഴലുകൾ അത് തന്നെ വിടാതെ പിന്തുടരുന്നു. നാശം. ശ്വാസകോശത്തിനകത്ത് നേർത്തൊരു പിടച്ചിൽ. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കടന്നലുകൾ ഊർജ്ജസ്വലരല്ല. ഒരുപാട് മരുന്നുകൾ കുത്തിക്കയറ്റി അതിൻ്റെ കുന്തമുനകൾ ഒടിച്ചിരിക്കാം. ഞരമ്പുകളെ തളർത്തുന്ന മരുന്നുകൾക്ക് പക്ഷേ പ്രേതകാല ചിന്തകളെ മയക്കിക്കിടത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രേതകാലത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അതത്ര എളുപ്പമല്ല. ഓരോ ചുവടുവയ്പ്പുകളും സൂക്ഷിച്ചു വേണം. വെളിയിലെ വരാന്തയിൽ നിലാവെളിച്ചം പടർന്നു കിടപ്പുണ്ട്. വരാന്തയിലൂടെ ആരോ ഓടുന്നതിൻ്റെ ശബ്ദം, വെള്ളിക്കൊലുസിന്റെ കിലുക്കം, പിന്നെ പതുക്കെയുള്ള ചിരിയും കേൾക്കാം. ആരാണാവോ ഈ വൈകിയ രാത്രിയിൽ? അവിനാഷ് സംശയിച്ചു. അപ്പോഴും എണീറ്റ് ചെന്ന് നോക്കണമെന്ന് തോന്നിയില്ല. ആരെങ്കിലുമായി കൊള്ളട്ടെയെന്നു കരുതി അനങ്ങാതെ കിടന്നു. കുറേ നേരം കഴിഞ്ഞു കാണും. വീണ്ടും കൊലുസിന്റെ കിലുക്കവും ആഹ്ലാദം നിറഞ്ഞ ചിരിയും കേട്ട് കണ്ണുമിഴിച്ചു. ഒരു പെൺകുട്ടി. അവൾ ആസ്പത്രി വരാന്തയിലൂടെ നടന്നു നീങ്ങുകയാണ്. അവിനാഷ് മെല്ലെ എണീറ്റു. നടക്കുന്നതിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും വേദനയുണ്ട്. ശിരസിലാണ് അല്പം ആഴത്തിൽ മുറിവുകൾ. അവിനാഷ് ജനറൽ വാർഡിൽ നിന്നും വരാന്തയിലേക്ക് നടന്നു. വരാന്തയുടെ ഇരുമ്പ് ഗ്രിൽസിനരികെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. 16 വയസ്സ് കാണും. വെളുത്ത ഫ്രോക്കാണ് ധരിച്ചിരുന്നത്. തോളറ്റം വരെ നീളുന്ന മുടി ഇരുവശത്തേക്കും വെളുത്ത റിബൺ കൊണ്ട് മടഞ്ഞു കെട്ടിവച്ചിരിക്കുന്നു. കൈകൾ കെട്ടിപ്പിണച്ചുകൊണ്ട് ഒട്ടൊരു രസത്തോടെ അവൾ നിലാവിന്റെ നനുത്ത സ്പർശമേറ്റ് വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഏതാണ് ആ പെൺകുട്ടി? അവിനാഷ് സംശയിച്ചു.
ഏയ്, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അത് അനാമികയായിരുന്നു. അവിനാശ് അവളെ കണ്ട് ഞെട്ടി. സ്കൂൾ പഠനകാലത്തെ അടുത്ത സ്നേഹിത. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പബ്ലിക് എക്സാമിന് തൊട്ടു മുമ്പാണ് അനാമിക മരിച്ചത്. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു അവിനാശിന്. അവളിതാ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ. അനാമിക, അവിനാശ് പതർച്ചയോടെ വിളിച്ചു. അനാമിക ചിരിച്ചുകൊണ്ട് അവിനാശിന്റെ അരികെ ഓടി അണഞ്ഞു. അവിനാശ് അവളെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു. അനാമിക അവന്റെ നെഞ്ചിൽ ചേർന്നു നിന്നു. അവളുടെ ശരീരത്തിന് പാലപ്പൂക്കളുടെ ഗന്ധമായിരുന്നു. ഞാൻ നിന്നെ കാണാൻ വന്നതാണ്, അനാമിക അറിയിച്ചു. എത്ര വർഷങ്ങളായി നിന്നെ കണ്ടിട്ട്, അവിനാശ് പിറുപിറുത്തു. എന്നെ മറന്നു കാണുമല്ലേ, അനാമിക നിഷ്കളങ്കമായി ചോദിച്ചു. അവിനാശ് അതിനുത്തരം പറയാതെ അവളെ അമർത്തി പുണർന്നു. ഞാൻ വന്നു നോക്കുന്ന സമയത്ത് നീ നല്ല മയക്കത്തിലായിരുന്നു. അതുകൊണ്ട് വരാന്തയിൽ വന്നു നിന്നു. നിലാവ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ, അനാമിക ആഹ്ലാദത്തോടെ ചോദിച്ചു. നിന്നെപ്പോലെ തന്നെ മനോഹരം, അവിനാശ് അറിയിച്ചു. നീ ഒരു വലിയ ആളായി തീർന്നിരിക്കുന്നു. മീശയും താടിയുമൊക്കെ വളർത്തി അവൾ മുഖത്ത് തൊട്ടു തടവിക്കൊണ്ട് പറഞ്ഞു. നിനക്കും എൻ്റെ അത്ര തന്നെ വയസ്സുണ്ട്, അവിനാശ് ഓർമ്മിപ്പിച്ചു. എനിക്കെന്നും 16 വയസ്സ് തന്നെ, അവൾ ഇളകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുമ്പ് ഞാൻ ആലോചിക്കാറുണ്ട് നീ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെയായി കഴിയുന്നത്. അവിനാശ് എന്തോ ഓർത്തു. അനാമികയുടെ മുഖത്ത് വിഷാദം പടർന്നുവെങ്കിലും അവൾ അത് വേഗത്തിൽ പുഞ്ചിരിയിൽ കലർത്തി. ഞാൻ പൊയ്ക്കോട്ടെ, ഏറെ നേരത്തിനു ശേഷം അവൾ ചോദിച്ചു. തിരക്കായോ? അല്പനേരം കൂടി. അവിനാശ് അവളെ എളുപ്പത്തിൽ വിടാൻ തയ്യാറായില്ല. ഞാൻ പിന്നെ വരാം, അവൾ അറിയിച്ചു. അവളെ കാത്ത് വെളിയിൽ പ്രേതവാഹനം നിൽപ്പുണ്ടായിരുന്നു. അനാമിക അതിൽ കയറി പോകുന്നത് ശ്രദ്ധിച്ച് അവിനാശ് നിന്നു. തോളിൽ പിറകിൽ നിന്നും ആരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കി. ഷാഗിന. എത്ര നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. തോളിൽ പിറകിൽ നിന്നും ആരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കി. ഷാഗിന. എത്ര നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. വളരെ നേരമായല്ലോ ചന്ദ്രനെയും നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്, ഷാഗിന അന്വേഷിച്ചു. എന്താണ് ഇത്ര വലിയ ആലോചന? ഷാഗിന വിടാൻ ഭാവമില്ല. ഒന്നുമില്ല, വെറുതെ ഓരോന്നങ്ങനെ ഓർത്തു. അവിനാശ് പിറുപിറുത്തു. മഞ്ഞും നിലാവുമൊക്കെ മനോഹരമാണ്. നിങ്ങളെപ്പോലുള്ള ക്രിയേറ്റീവായിട്ടുള്ളവർക്ക് പ്രിയപ്പെട്ടതുമാവാം. പക്ഷേ അത് മനസ്സിനെ വേണ്ടാത്ത ഇടങ്ങളിലൊക്കെ കൊണ്ടുചെന്നെത്തിക്കും. അത് അപകടമാണ്. ഇത്തരം ഒരവസ്ഥയിലാവും നിങ്ങൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയതെന്ന് ഞാൻ സംശയിക്കുന്നു, ഷാഗിന അവനെ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ അറിയിച്ചു. അവിനാശ് ഒന്നും പറഞ്ഞില്ല. അനാമികയെ കണ്ടത് പറഞ്ഞാൽ ഷാഗിന വിശ്വസിക്കില്ല. കിറുക്കാണെന്ന് പറയും. കാരണം തന്റെ കാഴ്ച, സംവേദനം ഷാഗിനയ്ക്ക് അനുഭവയോഗ്യമല്ല. അതാണ് സത്യം. ഷാഗിനയ്ക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും. മെല്ലെ ബെഡിൽ ചെന്ന് കിടന്നു. അനാമിക. അവളുടെ ഓർമ്മകൾ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. വെറും 16 വർഷങ്ങൾ മാത്രമാണ് അവൾ ജീവിച്ചിരുന്നത്. ക്യാൻസറിന്റെ നീരാളി വലയിൽ കുരുങ്ങിപ്പിടഞ്ഞ് താങ്ങാവുന്നതിലധികം വേദന സഹിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളെ. മരണം കടന്നു വന്നത് നിലാവിന്റെ തണുത്തുറഞ്ഞ രാത്രിയിലായിരുന്നു. അവൾ പോവുന്നതിന് മുൻപ് കണ്ണുമിഴിച്ച് ചുറ്റിലും നോക്കി. ജീവിച്ചു കൊതി തീരാത്തതുപോലെ. പാവം. അനാമിക അവളുടെ ദുർബലമായ കൈകൾ നീട്ടി അവിനാശിന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചു. എങ്ങോട്ടും പോകാൻ ഇഷ്ടമില്ലാത്തതുപോലെ. പക്ഷേ വെളിയിൽ പ്രേതവാഹനം ഉരുണ്ട് നീങ്ങി വന്നു കഴിഞ്ഞിരുന്നു. ഹൃദയസ്പന്ദനം നേർത്തു. കൈകളിൽ തണുപ്പു കയറി. ഏറെ നേരം കഴിയുന്നതിന് മുൻപ് അവളുടെ മെലിഞ്ഞ ശരീരത്തിൽ ആരോ വെള്ളത്തുണിയിട്ട് മൂടി. പ്രേതവാഹനം അനാമികയുടെ ആത്മാവുമായി കാലത്തിനപ്പുറത്തേക്ക് യാത്രയായി. വേർപാട് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. നിശബ്ദം വിലപിച്ചു. പിന്നെ വേദന മനസ്സിന്റെ ഒരു കോണിൽ ഒതുക്കി നിർത്തി. അവളുടെ ഒപ്പമുള്ള നാളുകളിലൂടെ വിശുദ്ധ തീർത്ഥാടനം. സമയവും കാലവും താണ്ടി അനാമിക ഇതാ ഇപ്പോൾ തന്നെ കാണാനായി വന്നെത്തിയിരിക്കുന്നു. സ്നേഹിക്കുന്നവരെ ഒരു നോക്ക് കാണാൻ. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. സ്വപ്നമല്ലെന്ന് തീർച്ച. ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും മുന്നിൽ മാത്രം തെളിയുന്ന കാഴ്ചയാവാം. മറ്റുള്ളവർക്കും അത് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഉറങ്ങിയോന്ന് നോക്കാൻ ഷാഗിന അവന്റെ ബെഡിനരികെ ചെന്നു. അവിനാശ് കണ്ണും മിഴിച്ച് കിടക്കുകയാണ്. എന്താ, ഉറക്കം വരുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, അവിനാശ് അറിയിച്ചു. വേണ്ടാത്തത് ഒന്നും ഓർക്കേണ്ട, നല്ലത് മാത്രം ആലോചിക്കുക, അവൾ നിർദ്ദേശിച്ചു. എന്താണ് എന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ? അവിനാശ് സംശയത്തോടെ ഷാഗിനയോട് തിരക്കി. ഇത് നല്ല ചോദ്യം. അതെങ്ങനെ എനിക്കറിയാം? ഷാഗിന കൈമലർത്തി. നല്ലതെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ.
ഇത് നല്ല ചോദ്യം. അതെങ്ങനെ എനിക്കറിയാം? ഷാഗിന കൈമലർത്തി. നല്ലതെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. സ്വയം കുറ്റപ്പെടുത്തുന്നത് അധികം നല്ലതല്ല. അത് ആത്മവിശ്വാസം കുറയ്ക്കും. തെറ്റായാലും ശരിയായാലും ജീവിതത്തിൽ സംഭവിച്ചു പോയത് അംഗീകരിച്ചേ മതിയാവൂ. കുറ്റബോധം നല്ലതാണ്. അതെപ്പോഴും മനസ്സിലിട്ട് പെരുപ്പിക്കരുത്. ഇനി കിടന്നോളൂ. നന്നായി കണ്ണടച്ചു പിടിച്ച് ഷാഗിന അതും പറഞ്ഞ് നടന്നു നീങ്ങാൻ തുടങ്ങിയപ്പോൾ അവിനാശ് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എന്താ? അവൾ ചോദിച്ചു. ശരിക്കും ഞാൻ ആരാണ്? അവിനാശിന്റെ ചോദ്യം ആദ്യം അവളെ അമ്പരപ്പിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. നീ ഒരു കിറുക്കൻ ഡോക്ടർ, ഷാഗിന വെളിപ്പെടുത്തി. അവിനാശ് ഞെട്ടി. അധ്യായം 8. ഞാൻ ആരാണെന്നാ നീ പറഞ്ഞത്? അവിനാശ് ഞെട്ടലോടെ വീണ്ടും ചോദിച്ചു. ഡോക്ടർ അല്ലാതാരാണ്? കാർഡിയോളജിസ്റ്റ്. എന്താ? ഷാഗിന അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിനാശ് ഏറെ നേരത്തേക്ക് നിശബ്ദനായി. ഇതൊക്കെ സത്യമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷാഗിനയ്ക്ക് കളവ് പറയേണ്ട കാര്യമില്ല. ഇതെന്തൊരു മറിമായം! അവിനാശിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റ് ഡോക്ടർമാരൊക്കെ തന്നെ ദിനവും കാണാൻ വരുന്നതിന്റെ കാരണം മനസ്സിലായത് അപ്പോഴാണ്. ഷാഗിന സുഖകരമായി നെഞ്ചിൽ ചാഞ്ഞു കിടക്കുകയാണ്. അവളുടെ മാറിടങ്ങൾ അമർന്നു ഞെരിഞ്ഞു. ഷാഗിനയ്ക്ക് തന്നോട് ഇത്രയും അടുപ്പത്തിന് കാരണം മുൻ പരിചയമാണ്. അതായത് അഭിഷേകും പ്രണവും ഒക്കെ പറയുന്നത് പോലെ താൻ ഷാഗിനയുടെ ക്വാർട്ടേഴ്സിൽ കയറി ഇറങ്ങാറുണ്ടെന്ന്. ഷാഗിനയും ആ കാര്യം ശരിവച്ചതോടെ അവിനാശ് യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു. ഡോക്ടർ അവിനാശ്, കാർഡിയോളജിസ്റ്റ്, അത് താനാണ്. അപ്പോൾ അവിനാശ് എന്ന കപ്പൽ തൊഴിലാളി ആരാണ്? നടുക്കുന്ന ചോദ്യം. എനിക്കൊന്ന് സിഗരറ്റ് പുകയ്ക്കണം. ഷാഗിനയെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിനാശ് പറഞ്ഞു. പാടില്ല. ഷാഗിന വിലക്കി. പക്ഷെ അത് കേൾക്കാൻ അവിനാശ് തയ്യാറായില്ല. അവൻ വാർഡിന് വെളിയിലേക്ക് നടന്നു നീങ്ങുന്നത് ഷാഗിന നോക്കി നിന്നു. സിഗരറ്റ് കയ്യിലില്ല. ആരോടെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നീങ്ങി. ശൂന്യമായ കോറിഡോർ. എല്ലാം നിശബ്ദമാണ്. ഹോസ്പിറ്റൽ ഗേറ്റിനരികെ വാച്ച്മാൻ നിൽപ്പുണ്ട്. നേരെ ചെന്ന് ചോദിച്ചു. അയാൾ തിടുക്കത്തിൽ പോക്കറ്റിൽ നിന്നും അല്പം ഒടിഞ്ഞതും വിയർപ്പിന്റെ നനവ് പറ്റിയതുമായ സിഗരറ്റ് അവിനാശിനു നേരെ നീട്ടി. ഇതു മാത്രമേ ഉള്ളൂ? വാച്ച്മാൻ അറിയിച്ചു. സാരമില്ല. അത് വാങ്ങിച്ച് ചുണ്ടിൽ വെച്ചു. അയാൾ തന്നെ തീപ്പെട്ടിയെടുത്ത് ഉരച്ച് തീ കൊളുത്തി തന്നു. പുക ഊതി വിട്ടപ്പോൾ നേർത്തൊരു സമാധാനം. വാച്ച്മാൻ ചിരിച്ചു. സാർ, അസുഖം എങ്ങനെയുണ്ട്? അയാൾ തിരക്കി. കുറവുണ്ട്. അതും പറഞ്ഞ് അവിനാശ് തിരിഞ്ഞു നടന്നു. പിന്നെ മറ്റെന്തോ ഓർത്തതുപോലെ നിന്നു. ഇങ്ങു വരൂ, വാച്ച്മാനെ വിളിച്ചു. അയാൾ ഓടിയെത്തി. എന്താ സാർ? ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? ഇതെന്ത് ചോദ്യമാണ് സാർ? സത്യസന്ധമായി പറയൂ, ഞാൻ ആരാണെന്ന്. സാർ ഈ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടറല്ലേ? വാച്ച്മാൻ പറഞ്ഞു. അവിനാശ് മൂളി. കരിയിലകളിൽ നിലാവ് പതിഞ്ഞു കിടക്കുന്നു. അലഞ്ഞു തിരിയുന്ന നായകളുടെ കുര. അന്ത്യയാമങ്ങളിലേക്ക് നീങ്ങുന്ന രാത്രിയുടെ വാവൽ ചിറകൊടിയൊച്ചകൾ. പ്രേതങ്ങൾ അവരുടെ ശവക്കുഴികളിലേക്കുള്ള മടക്കയാത്രയിലും കൂടുതൽ ദിവസങ്ങൾ കഴിയേണ്ടി വന്നില്ല. അതുതന്നെ ഭാഗ്യം. ഹോസ്പിറ്റൽ ബെഡിൽ നിന്നും മോചനം. അവിനാശ് ആശ്വസിച്ചു. ഈ കിടപ്പിൽ നിന്നും എണീക്കാൻ പറ്റില്ലെന്നാണ് കരുതിയത്. ഡോക്ടർമാർ കാലത്ത് തന്നെ കൂട്ടത്തോടെ എത്തി. ആഘോഷപൂർവ്വമാണ് അവർ അവിനാശിനെ വാർഡിൽ നിന്നും വെളിയിലേക്ക് നയിച്ചത്. നാളെ മതി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്ന് റൂമിൽ ചെന്ന് കംപ്ലീറ്റ് റെസ്റ്റ്. പ്രിനേതയാണ് അത് നിർദ്ദേശിച്ചത്. മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളൊക്കെ വന്ന് സൗഹൃദം പുതുക്കി. ഇതൊരു വിചിത്ര അനുഭവം തന്നെ, അവിനാശ് കരുതി. കപ്പൽ ജീവനക്കാരനായ താൻ ഡോക്ടർ ആവുകയാണെന്ന മറിമായം. സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് ഇനിയും അവിനാശിന് പിടികിട്ടിയില്ല. ഹോസ്പിറ്റൽ അവിനാശിന് സുപരിചിതനാണ്. കിറുക്കൻ ഡോക്ടർ. ഹോസ്പിറ്റലിന്റെ 5ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യക്കൊരുങ്ങിയ യുവ ഡോക്ടർ എന്ന കുപ്രസിദ്ധിയും നേടി. ആരൊക്കെയോ ചിലർ അതിന് തക്കതായ കഥകളും മെനഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെ ഒരു ലേഡി ഡോക്ടറോടുള്ള പ്രണയവും അവളുടെ ഭർത്താവ് ഇടപെട്ട നേരത്ത് പ്രേമം തകരുകയും അതിലുള്ള മാനസിക വിഷമത്തിൽ കെട്ടിടത്തിൽ നിന്നും കീഴേക്ക് ചാടി എന്നതുമാണ് പ്രചരിക്കുന്ന കഥ. കൊള്ളാം, കേൾക്കാൻ രസമുണ്ട്. അതുകൊണ്ട് നിഷേധിക്കാനും പോയില്ല. ആരാണ് ആ ലേഡി ഡോക്ടർ എന്നത് ആദ്യം കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ രഹസ്യമായ രീതിയിൽ ചെവിയിലെത്തുകയും ചെയ്തു. ഡോക്ടർ ജാസ്മിൻ. കൂടുതൽ അതേപ്പറ്റി ചിന്തിച്ച് മെനക്കെടാനൊന്നും പോയില്ല. ഡോക്ടർമാർ താമസിക്കുന്ന ഫ്ളാറ്റിലെ മുകളിലെ നിലയിലാണ് താമസിക്കാനുള്ള സൗകര്യം. മറ്റു ഡോക്ടർമാരൊക്കെ ചേർന്ന് അവിടെ കൊണ്ടുചെന്നാക്കുകയായിരുന്നു. മുറിയിൽ അവിനാശ് തനിച്ചായി. ആദ്യം ദൃഷ്ടിയിൽപ്പെട്ടത് അല്പം പഴയൊരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നത്. അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. അവയ്ക്കിടയിൽ
അവിനാഷ് തന്റെ മുഖം തിരിച്ചറിഞ്ഞു. വിചിത്രം. അവിനാഷ് പിറുപിറുത്തു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? മാറ്റം ഉൾക്കൊള്ളാനാവുന്നില്ല. എല്ലാം ആരോ മനഃപൂർവ്വം ചെയ്തു വച്ചതുപോലെയില്ലേ? അവിനാഷ് സംശയിച്ചു. പക്ഷെ എന്തിന്? അതാണ് പിടികിട്ടാത്തത്. അവിനാഷ് എന്തോ ആലോചിച്ചു കുറേ നേരം നിന്നു. ഷെൽഫ് നിറയെ മെഡിക്കൽ പുസ്തകങ്ങൾ, പിന്നെ കഥയും കവിതകളും. ഒന്നും തുറന്നു നോക്കാൻ തോന്നിയില്ല. അകത്തെ മുറിയിലെ കട്ടിലിൽ ചിതറിക്കിടക്കുന്ന കടലാസുകൾ അവിനാഷ് തിരിച്ചും മറിച്ചും നോക്കി. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റിന്റെ പേജുകളാണ്. അവയൊക്കെ തിടുക്കത്തിൽ അടുക്കി വെച്ചു. അതെ, ഇവയൊക്കെ തന്റേതു തന്നെ, തീർച്ച. എന്നാൽ ഫെമിഷയോടൊപ്പം താമസിച്ചത് ഇവിടെയല്ല, മറ്റെവിടെയോ. അതെവിടെയാണെന്നത് ഓർത്തു നോക്കിയിട്ടും മനസ്സിലായില്ല. ഓർമ്മകൾ ഒളിച്ചു കളിക്കുകയാണ്. അവിനാഷ് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. ആരാണ് അവിനാഷ്? കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ അല്പം ഉറക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം. പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം. അവിനാഷ് തിരിഞ്ഞു നോക്കി. ഡോക്ടർ ജാസ്മിൻ. അവിനാഷ് ചെറിയൊരു അമ്പരപ്പോടെ മിഴിച്ചു നോക്കി. അവൾ അരികിലേക്ക് വന്നു. 28 വയസ്സിലധികം പ്രായമുണ്ടെങ്കിലും അത്രയൊന്നും വലുതായി തോന്നിക്കില്ല. വെളുത്ത നിറം, കൊഴുപ്പ് നിറഞ്ഞ ശരീരഭാഗങ്ങൾ, ക്രീം നിറത്തിലുള്ള ചുരിദാർ. അവളുടെ മുഴുത്ത ശരീരത്തിൽ ഇറുകിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ആകാരഭംഗി അതേപടി തെളിയുന്നു. ചലനങ്ങൾക്കനുസരിച്ച് മാറിടങ്ങൾ ഇളകുന്നു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ ജാസ്മിൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല. അവിനാഷ് തിടുക്കത്തിൽ അവളുടെ മാറിടങ്ങളിൽ നിന്നും കണ്ണ് പിൻവലിച്ചു. അവിനാഷ് ആരാണെന്ന് എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. ജാസ്മിൻ അവനെ വിഭ്രമിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു. എങ്കിൽ പറയൂ, എന്താണ് യാഥാർത്ഥ്യം? അവിനാഷ് ആവശ്യപ്പെട്ടു. സ്വപ്നമല്ലാത്തത് യാഥാർത്ഥ്യം, അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അറിയിച്ചു. വിഡ്ഢിയാക്കപ്പെട്ടവനെ പോലെ അവിനാഷ് നിന്നു. തമാശ കളയൂ. അവിനാഷിന് ദേഷ്യം തോന്നി. ഞാൻ പറയാം. നീ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ കഴിയാത്തവൻ, ഇരട്ട മനസ്സോടു കൂടിയവൻ, ഇല്ലാത്തതുണ്ടെന്ന് കരുതി നടക്കുന്നവൻ, എല്ലാറ്റിനുമുപരി കലാഹൃദയമുള്ള ഡോക്ടർ. മറ്റുള്ളവർ ഇതൊക്കെ ചേർത്ത് കിറുക്കൻ എന്ന് വിളിക്കും, അവൾ വ്യക്തമാക്കി. അവിനാഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആകർഷണ ശക്തി ഏറെയുണ്ടതിന്. സോഫയിൽ അവൾ ചാഞ്ഞിരുന്നു. അവൾക്കരികെ അവിനാഷും ചെന്നിരുന്നു. ജാസ്മിൻ അവന്റെ മുന്നിൽ ഏറെ സ്വാതന്ത്ര്യം കാട്ടിയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ കോറിഡോറുകളിൽ രഹസ്യമായി പറഞ്ഞു കേൾക്കുന്ന കഥകൾക്ക് വല്ല സത്യവും കാണുമോ? അവിനാഷ് സംശയിച്ചു. ജാസ്മിന്റെ രീതികൾ കാണുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നു. ജാസ്മിൻ വിവാഹിതയാണ്. അവളുടെ ഭർത്താവ് ബിസിനസ്സുകാരനാണ്. ഒരു കുട്ടിയുമുണ്ട്. പക്ഷെ ജാസ്മിന്റെ മട്ടും ഭാവവും കണ്ടാൽ അതൊന്നും അവൾക്കൊരു തടസ്സമല്ലെന്ന വിധമാണ്. ഹോസ്പിറ്റലിൽ ചില കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട് നമ്മെപ്പറ്റി, അവിനാഷ് ഒടുവിൽ സൂചിപ്പിച്ചു. ഒരു കഥയല്ല, പല കഥകളുണ്ട്. ജാസ്മിൻ ഉത്സാഹത്തോടെ തിരുത്തി. അപ്പോൾ നിനക്കും എല്ലാം അറിയാം? അവിനാഷ് ചോദിച്ചു. കഥകൾക്ക് ഇവിടെ പഞ്ഞമൊന്നുമില്ല. നമ്മളെപ്പറ്റി മാത്രമല്ല, മറ്റു പലരെക്കുറിച്ചും. അതിൻ്റെയൊക്കെ പിറകെ ചെല്ലാൻ ആർക്കാണ് സമയം? പിന്നെ എനിക്കറിയാനുള്ളത്, നീ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ചാടിയതെന്തിന്? ജാസ്മിൻ തിരക്കി. ഇർഷാദ് ലത്തീഫുമായുള്ള ഏറ്റുമുട്ടലിന്റെ ചിത്രം ഒന്നുകൂടി തെളിഞ്ഞു. ഫെമിഷയുടെ കരച്ചിൽ. അവിനാഷ് കണ്ണു ചിമ്മി. എപ്പോഴും സ്വപ്നത്തിലൂടെ സഞ്ചരിച്ചാൽ യാഥാർത്ഥ്യവുമായി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും? ജാസ്മിൻ ചോദിച്ചു. അവൾ ചോദിച്ചതിൽ കാര്യമുണ്ട്. പക്ഷേ സ്വപ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാനെന്ന യാഥാർത്ഥ്യത്തിന് എന്താണ് പ്രസക്തി? തിരിച്ചു ചോദിച്ചില്ല. കാരണം അവൾക്കതിന്റെ പൊരുൾ മനസ്സിലാവില്ല. ജാസ്മിൻ, അവിനാഷ് വിളിച്ചു. പക്ഷെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ പോയി കാണും. വീണ്ടും ഒറ്റപ്പെട്ടവന്റെ വീർപ്പുമുട്ടലിൽ കുറേ നേരം. അപ്പോഴാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടത്. അമീർ അബ്ബാസ്. അടുത്ത ഭാഗം നാളെ.